ഇന്ന് നമ്മൾ മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദാൽ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാരണ പരിപ്പുണ്ടല്ലോ, സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പരിപ്പ് ഒരു കപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുതിർത്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നേരിട്ട് തന്നെ നമ്മൾ കഴുകി കുക്കറിലിട്ടിട്ട് അതിന് മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു തക്കാളി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വിസിലൊന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴയരുത് കേട്ടോ. നമുക്കൊരു ചെറിയ കടിക്കുന്നൊരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ പെട്ടെന്ന് വിസിൽ വരുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വിസിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി ആ സമയത്തേക്ക് നമുക്കിതിലേക്കൊന്നിങ്ങനെ വറവിട്ട് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ജീരകം, 3-4 വെളുത്തുള്ളി ചതച്ചത്, വറ്റൽ മുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് വെന്ത് കുഴയാതെ ഒരു കടിക്കുന്ന പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് വറവിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ചു വെക്കുകയാണ്. ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് അതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. വയറിനും നല്ലതാണ്. വെളുത്തുള്ളി ആകുമ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇതുപോലെയാണോ പരിപ്പ് കറി ഉണ്ടാക്കണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്.